ഹായ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 5 മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ നിങ്ങളുടെ ബോർഡ് എക്സാം വരാൻ പോവാണ്. ആൻഡ് ആ ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള മാത്സിൽ ഒരു 95% മുകളിൽ സ്കോർ ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് പോ സാറേ, നടക്കുന്ന കാര്യം വല്ല പറയാന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, നിങ്ങൾ മനസ്സിലാക്കി നടക്കൂടാ. അതായത് അടുത്ത 5 മാസം അല്ലെ, ഈ ഒരു 5 മാസം ധാരാളമാണ്. വളരെ മോശം സ്കോറിലാണ് ഇപ്പോൾ ഉള്ളെങ്കിൽ കൂടെ നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സയൻറ്റിഫിക്കലി പഠിക്കുകയാണെങ്കിൽ മാത്സിൽ 95% എത്തും. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ ഒരുപാട് കുട്ടികൾ അങ്ങനെ എത്തിയത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാൻ വേണ്ടി ഒരു വീഡിയോ. അതായത് നിങ്ങൾക്ക് മാത്സിൽ 95% എബോവ് ഇപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടോക്കെ. എടാ, നിങ്ങൾക്കിപ്പം ക്ലാസ്സിൽ പല ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാവും, അതേപോലെ ടെർമിനൽ എക്സാമിനേഷൻസ് നടന്നിട്ടുണ്ടാവും. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഒരു 90% കൺസിസ്റ്റൻ്റ്ലി സ്കോർ ചെയ്യുന്നുണ്ടാവും അല്ലേ. അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ എന്താ 90 ഒന്നും ഇല്ലെങ്കിലും ഒരു 50% എബോവൊക്കെ സ്കോർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ കുറച്ച് പേരോ ഈ 50% താഴെയായിരിക്കും ഉണ്ടാവും അല്ലേ. നിങ്ങളിത് ഏത് കാറ്റഗറിയിലാണെന്നൊന്ന് പറയണേ. A, B, C ഏതാണെന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ്. ഏതാണെങ്കിലും നിങ്ങൾ ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നമുക്ക് എന്താ 50% താഴെ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളുടെ കേസിന് എടുക്കാം. എടാ, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണോ? നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണല്ലേ. അതായത് കാലങ്ങളായിട്ട് എനിക്ക് ബുദ്ധിയില്ല, മാത്സ് എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരു ചിന്ത എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു. അതായത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു, ഇത് നടന്നിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ക്ലാസ്സിലെ ടീച്ചർ എന്താണ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മാത്രം എന്ത് ചെയ്യാനാവില്ല, മനസ്സിലായിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ആലോചിച്ചില്ലേ, എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എനിക്ക് മാത്രം ബുദ്ധിയില്ല, മാത്സ് എന്നെ കൊണ്ട് നടക്കില്ല. ടീച്ചർ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്താ വീണ്ടും അതേ ചിന്ത വരൂലേ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉത്തരം വിളിച്ചു പറയുമ്പോൾ അവനൊക്കെ നല്ല ബുദ്ധി, എന്നെ കൊണ്ട് പറ്റില്ല. ആ ചിന്ത ചിലപ്പോൾ എന്തായിരിക്കും 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാവില്ല, 6ും 7ും 8ും ചിന്തിച്ച് എന്താണ് നമ്മുടെ മനസ്സിലെത്തിയിട്ടുണ്ട്. അപ്പം ഏറ്റവും ആദ്യം നിങ്ങൾ മാറ്റേണ്ട കാര്യം എന്താ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കോർ എന്താണ് 50% എബോവിലേക്ക് എത്തും. ആൻഡ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ 50% എബോവ് എത്തിയ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണോ? മടിയാണ്. സത്യം പറ, നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ബുദ്ധിയില്ല എന്നുള്ള പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ടീച്ചർ എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം എന്താ, നമ്മൾ വീട്ടിൽ പോയിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും നിങ്ങൾ നടത്തൂല. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും കൂടെ 2 3 സെയിം ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് R.D. ശർമ്മക്ക് റെഫർ ചെയ്ത് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് എന്ത് കുറച്ചും കൂടി നിങ്ങൾ സ്ട്രോങ് ആവുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ മെനക്കെടുന്നുണ്ടാവില്ല അല്ലേ. സത്യമല്ലേ? അങ്ങനെ എങ്ങാനും നിങ്ങൾ മെനക്കെട്ടിട്ടുണ്ടേ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് എത്താൻ പറ്റൂലേടാ. ആൻഡ് ഒരു 90% കൺസിസ്റ്റൻ്റ്ലി സ്കോർ ചെയ്യുന്ന മക്കളോട് പറയാനുള്ളത് അതെന്തല്ല, അതൊരു 100% കോൺഫിഡൻസ് കിട്ടേണ്ട സാധനമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയും പഠിച്ച സാധനങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, കൂടുതൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം CBSE കഴിഞ്ഞ ഓരോ വർഷങ്ങളും ഡിഫറെൻറ്റ് പാറ്റേൺ, ഒരു പാറ്റേൺ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. ഈ തവണ A എന്നുള്ള ടൈപ്പാണെങ്കിൽ അടുത്ത തവണ B എന്നുള്ള ടൈപ്പാണ് ഓരോ പാടത്തുനിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്താ 95 എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. സോ ഇവിടെ നിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഫസ്റ്റ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് അൾട്ടിമേറ്റ്ലി റിവൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർക്കും 95 എന്നുള്ള ആ ഒരു ഡ്രീം നമ്പറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ സാർ, ഇതൊക്കെ മനസ്സിലാവും, പക്ഷെ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതല്ലേ. എടാ, ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്യുന്നാണെങ്കിൽ നാളെയാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്നത്. അത് നാളെ രാവിലെ 9 മണി മുതൽ നമ്മളൊരു മെഗാ മാരത്തോൺ നടത്താൻ പോവാണ്. ഏതാണ്? മാത്സിലെ ആദ്യത്തെ 7 പാഠങ്ങൾ. ഫസ്റ്റ് പാഠം റിയൽ നമ്പേഴ്സ് മുതൽ 7ാമത്തെ പാഠം കോർഡിനേറ്റ് ജോമെട്രി വരെയുള്ള 7 പാഠങ്ങളെയും ഒരു അടിപൊളി റിവിഷൻ ക്ലാസ് നടത്താൻ പോവാണ്. ഈ റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറും ക്വസ്റ്റ്യൻ ചെയ്യൽ മാത്രമല്ല കേട്ടോ, കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പാഠവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പോൾ എന്തായാലും എന്താണ്, വൈകുന്നേരം 5 മണി വരെയൊക്കെ ഉണ്ട്, ഉച്ചക്കൊക്കെ ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തരും. അത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്താൽ ഈ പറയുന്ന 50% മാത്സിൽ എനിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നെ കൊണ്ട് പറ്റുന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കും. അതേപോലെ തന്നെ ഈ 70% 80% മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാർക്ക് പല പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ആൻഡ് അതാണ് ഈ 70% അറൗണ്ട് നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്. ആൻഡ് അതേപോലെ തന്നെ 90% ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്കുള്ള പെർഫെക്റ്റ് റിവിഷൻ പ്ലാൻ ആയിരിക്കും. കാരണം ഒരുപക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾ എന്തായിരിക്കും PYQ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊന്നും കൂടാതെ എന്താണ് R.D. ശർമ്മയും മറ്റേ ഓസ്വാൾസും PYQയും ടെക്സ്റ്റ് ബുക്കും എക്സാമ്പിളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പല വെറൈറ്റി ക്വസ്റ്റ്യൻസും എന്തായിരിക്കും നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റും. ഒരു പെർഫെക്റ്റ് റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് നാളെ നിങ്ങൾ രാവിലെ 9 മണി നിങ്ങൾക്ക് എപ്പോഴാണോ ബോറടിക്കുന്നത് അപ്പം നിങ്ങൾ അവസാനിപ്പിച്ചോ.
ഞാൻ പറയാണ്, ഒരു നിമിഷം പോലും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഈ 7 ചാപ്റ്ററും നല്ല അടിപൊളിയായിട്ട് നാളെ പഠിപ്പിച്ചു തരും. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ യെസ് മാത്രമാണ്. അതായത് പണ്ട് സിനിമയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ യെസ് എന്തായിരിക്കും, ഒരു പക്ഷേ ചരിത്രമാവും. അതായത് ഈ ഒരൊറ്റ യെസ്സിൻ്റെ തീരുമാനമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലെവല് മാറ്റാൻ പോകുന്നത്. ഒരു പക്ഷേ അത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ എന്തായിരിക്കും തലവരെ മാറ്റി പറയാൻ പോകുന്ന യെസ് ആയിരിക്കും നാളെ സംഭവിക്കുന്നത്. സോ നിങ്ങൾ ഉണ്ടാവുമെങ്കിൽ എന്ത് ചെയ്യുക, യെസ് സാർ എന്ന് കമൻറ്റ് ചെയ്യുക. ലൈവിൻ്റെ ലിങ്ക് ഇതാ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ കൊടുക്കുക. എന്നും മാത്രമല്ല മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂടെ ഷെയർ ചെയ്യുക. അപ്പം നാളെ രാവിലെ 9 മണിക്ക് കാണാം.